RSSന്റെ സർവസംഘചാലക് മോഹൻ ഭഗവത് അദ്ദേഹം വളരെ ഗൗരവമായ തരത്തിൽ സനാതന ധർമ്മവും ഭാരതീയ ചിന്തകളും പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ മറ്റ് RSSന്റെ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാണ്. എല്ലാവരും ഇൻക്ലൂസീവ് ആവുന്നതാണ് ഇന്ത്യ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും പിന്നെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേരുന്നതാണ് ഭാരതം. അവിടെ മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും ആളുകൾ പറഞ്ഞ് മാറി നിന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു തർക്കം വന്നു. പലവട്ടം അദ്ദേഹം മുസ്ലിം നേതാക്കളുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വീണ്ടും മുസ്ലിം നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഗ്യാൻ വ്യാപി വിഷയം വന്നു, പൗരത്വ വിഷയം വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ BJPയെയും RSSനെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ സംഘി എന്നൊക്കെ പറഞ്ഞ് പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പലപ്പോഴും മുസ്ലിങ്ങൾ സംഘടനകൾ, തീവ്രവാദ സംഘടനകളൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിനിടയിൽ, പ്രത്യേകിച്ച് തീവ്രവാദ സംഘടനകളുടെ ഇടയിൽ പോലും ഒരു രാജ്യസ്നേഹ വികാരം വന്നു. അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് മുസ്ലിമായിട്ടുള്ള ആളുകളെ, കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയൊക്കെ വളരെ കൃത്യമായി ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യയിൽ എത്തിച്ചു. അവർ വന്ദേ ഭാരതും ജനഗണമനയും പിന്നെ പിന്നെ ഭാരതമൊക്കെ, ഭാരത് മാതാ കീയൊക്കെ വിളിച്ചുകൊണ്ടാണ് അവർ ഫ്ലൈറ്റിൽ നിന്നൊക്കെ നമ്മുടെ റെയിൽവേ പിന്നെ എയറോഡ്രാമിൽ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വരുന്ന കണ്ടത്. ഭാരതത്തിൻ്റെ പതാകയൊക്കെ പിടിച്ചുകൊണ്ട്. അപ്പോൾ വളരെ വലിയ തോതിലാണ് ഭാരതത്തിൽ ഒരു പുതിയ വികാരം നമുക്ക് ഉണർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കാശ്മീരിൽ 26 പേരെ കൊന്ന സമയത്ത് കാശ്മീരിലെ മുസ്ലിം യുവാക്കളെല്ലാം പുറത്തിറങ്ങി ഭാരത് മാതാ കി ജയ് വിളിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഭാരതത്തിനോടുള്ളൊരു വികാരം ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ചെറിയൊരു ശതമാനം തീവ്രവാദവും ഭീകരവാദവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന അവരുടെ സാമ്പത്തികവും ആയുധപരവുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇവിടെ. എങ്കിലും മഹാഭൂരിപക്ഷവും ഭാരതത്തോട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പല സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൂടാ? പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് അല്ലല്ലോ, പക്ഷേ എങ്കിൽ പോലും അവരുടെ ആശങ്കകൾ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൂടാ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. വളരെ മനോഹരമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഏത് രാജ്യത്തായാലും ഭൂരിപക്ഷത്തിന് അധികാരം കിട്ടും. ഭൂരിപക്ഷമുള്ള അത് സമുദായമായാലും രാഷ്ട്രീയ പാർട്ടിയായാലും ഭൂരിപക്ഷമുള്ളവർക്ക് അധികാരം കിട്ടുമ്പോൾ ന്യൂനപക്ഷത്തിനൊരു ഒരു സംശയം, ഒരു ആശങ്ക ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തായാലും മോഹൻ ഭഗവതിൻ്റെ ഈ നടപടി പ്രശംസനീയമാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ കൂടി രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിച്ച് അതിൻ്റെ ഇടയിൽ കൂടി രാഷ്ട്രീയമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള വലിയ അടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. മുസ്ലിം സംഘടനകളുടെ പേരിൽ നിരവധി നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു. അപ്പോൾ RSSൻ്റെ നേതാവ് മോഹൻ ഭഗവതുമായിട്ടുള്ള ചർച്ച ഫലവത്താകട്ടെ എന്ന് നമുക്ക് കരുതാം. കാരണം എന്ത് തന്നെ ആയിരുന്നാലും 10-20% മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്, കുറച്ച് ശതമാനം ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധന്മാരുണ്ട്, പഞ്ചാബികളുണ്ട്, ഇങ്ങനെ കുറേ ഗുരുനാനാക്കിൻ്റെ ആളുകളുണ്ട്. ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇവിടെ. 100-100-ലധികം ജാതികൾ, ഉപജാതികൾ, വിഭാഗങ്ങളൊക്കെ ഉള്ള രാജ്യമാണ്. അവിടെ തമ്മിലടിച്ചും കലാപം ഉണ്ടാക്കിയും പോകുന്നതിൻ്റെ ഒരു കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും സനാതന ധർമ്മത്തിലും ഹിന്ദു ധർമ്മത്തിലും അങ്ങനെ ആചാരത്തിലൊന്നും അങ്ങനെ തമ്മിലടിയും കൊലയൊന്നും പറയുന്നുമില്ല മറ്റ് സമുദായക്കാർ. തീർച്ചയായിട്ടും ഇൻക്ലൂസീവാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്, സമഭാവനയാണ്, സമത്വമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൻ്റെ ബാക്കി പത്രക്കാരാണ് നമ്മൾ. തീർച്ചയായിട്ടും അപ്പോൾ അത് പിന്മുറക്കാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചർച്ച വളരെ പോസിറ്റീവായി നമുക്ക് കാണാം. മോഹൻ ഭഗവതും മുസ്ലിം സംഘടനകളുമായിട്ടുള്ള ചർച്ച ഭാരതത്തിനൊരു പുതിയ ദിശ നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.